സുധാകര, ഈ ഫോൺ കോളിൽ നിന്നും വ്യക്തമാണ് കൊല്ലപ്പെട്ട രോഹിത് അവസാനമായി യാത്ര ചെയ്തത് തൻ്റെ കാറിലാണ്. അതും രാത്രി 7 മണി നേരത്ത്. രോഹിത്തിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രോഹിത് കൊല്ലപ്പെട്ടത് 9-നും 9:30-ക്കും ഇടയിലാണെന്ന്. ഇനി പറ, അന്ന് 7-നും 9:30-ക്കും ഇടയിൽ എന്താണ് സംഭവിച്ചത്? ദിശയുടെ ചോദ്യം കേട്ട് സുധാകരൻ്റെ കണ്ണുകൾ ഭയത്താൽ കോടതി മുറി മുഴുവൻ ഒഴുകി നടന്നു. ഒടുവിലത് ആനക്കാട്ടിൽ അവറാച്ചനിലും സസ്പെൻഷനിലിരിക്കുന്ന വിജിലൻസ് ഓഫീസർ പ്രതാപ് പോത്തനിലും എത്തി നിന്നു. സുധാകരൻ ആരെയായി നോക്കുന്നത്? ഇനിയൊന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല സുധാകര. ഇന്നലെ താൻ ഞങ്ങളോട് പറഞ്ഞതൊക്കെയും ഇവിടെ പറഞ്ഞാൽ തനിക്ക് മാപ്പ് സാക്ഷിയായി രക്ഷപ്പെടാം. ഇല്ലെങ്കിൽ ശിഷ്ടകാലം ഗോതമ്പുണ്ട കഴിച്ച് അഴിയെണ്ണി കഴിയാം. കൊലക്കുറ്റമല്ലേ, ജീവപര്യന്തം ഉറപ്പാ. ചിലപ്പോൾ കൊലക്കയറും കിട്ടിയേക്കാം. എന്ത് വേണമെന്ന് സുധാകരൻ തീരുമാനിക്ക്. സത്യം പറയിപ്പിക്കാനുള്ള ദിശയുടെ വക്കീൽ ബുദ്ധി കണ്ട് ഷിബുവും സനലും വാ പൊളിച്ചു നിന്നു. എടാ സനുവേ, ഇത് ചക്കിക്കൊത്ത ചങ്കരൻ തന്നെ, ഷിബു സനലിനെ തോണ്ടിക്കൊണ്ട് പറഞ്ഞു. ദിശ സുധാകരനെ നോക്കി പറഞ്ഞതും സുധാകരൻ കോടതിക്ക് മുൻപാകെ കൈകൾ കൂപ്പി നിന്നു. ഞാനെല്ലാം പറയാം, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. എല്ലാം ചെയ്തത് ദേ നിൽക്കുന്ന അയാളാ, പ്രതാപ് പോത്തൻ സർ. സുധാകരൻ്റെ വെളിപ്പെടുത്തലിൽ പ്രതാപ് ആകെ തറഞ്ഞു നിൽക്കുകയാണ്. ഇതേ സമയം അവറാച്ചൻ ഒന്നും മനസ്സിലാവാത്ത മട്ടിൽ പ്രതാപനെ നോക്കി. എന്നതാടാ ഇതൊക്കെ? അവൻ നിന്റെ പേരാണല്ലോ പറയണത്. ആ DCPക്ക് കൊലക്കയർ വിധിക്കുന്നത് കാണാനെന്നും പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നിട്ട് ഇതിപ്പോൾ നീ അകത്താവുന്ന മട്ടാണല്ലോ. എടോ പ്രതാപ മോനെ, നിനക്കിതിലെന്തേലും പങ്കുണ്ടോ? ഇനിയിപ്പോൾ ഞാനും കുടുങ്ങുമോ കർത്താവേ? ദേ, മറ്റന്നാൾ നിൻ്റെയും എൻ്റെ ലിസിമോളുടെയും മനസ്സ് ചോദ്യമാണ്, അത് നീ മറക്കണ്ട. അവർ അച്ഛനിൽ ഭയം നിറഞ്ഞു. ഏയ്, എനിക്കൊരു പങ്കും ഇല്ല അങ്കിൾ. ഇത് ആ DCP മനഃപൂർവ്വം എന്നെ കൊടുക്കാൻ നോക്കുന്നതാ, പ്രതാപ് പറഞ്ഞൊപ്പിച്ചു. എന്നാ നിനക്ക് കൊള്ളാം. എടാ, അത് നിൻ്റെ കൂടെ കുറച്ചു കാലം ഡ്രൈവറായി ജോലി ചെയ്ത സുധാകരൻ തന്നെയല്ലേ? അവനെന്തിനാ നിന്നെ കൊടുക്കുന്നത്? അതെ അങ്കിൾ, അവനിപ്പോൾ ആ DCPയുടെ പണവും വാങ്ങി എനിക്കെതിരെ കള്ളക്കേസ് ഉണ്ടാക്കാൻ നോക്കുന്നതാ. എനിക്കറിയാം എന്ത് വേണമെന്ന്. അതും പറഞ്ഞ് പ്രതാപ് തൻ്റെ ഫോണിൽ നിന്നും സുധാകരൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയച്ചു. ഇതേ സമയം സുധാകരൻ്റെ ഫോൺ ദിശയുടെ കൈവശമായിരുന്നു. ദിശ മെസ്സേജ് തുറന്നു നോക്കി. സുധാകര, ദേ തൻ്റെ ഫോണിലേക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഒരു പ്രതാപൻ സാറാണ് മെസ്സേജ് അയച്ചത്. ഞാൻ മെസ്സേജ് ഉറക്കെ വായിക്കാവേ. ദിശ മെസ്സേജ് എല്ലാവരും കേൾക്കാൻ പാകത്തിൽ വായിച്ചു. ഡോ, എനിക്കെതിരായി താൻ ഇവിടെ എന്തെങ്കിലും പറഞ്ഞാ നിനക്കെന്നെ അറിയാലോ. ഞാനിവിടെ നിന്ന് മൂളിയാൽ മതി. എൻ്റെ ആൾക്കാർ നിൻ്റെ ഭാര്യയെയും മകനെയും പച്ചയ്ക്ക് കത്തിക്കും. എന്ത് വേണമെന്ന് നീ തീരുമാനിക്ക്. ദിശ അത് വായിച്ചതും കോടതിയാകെ നിശബ്ദത പടർന്നു. സുധാകര, ഈ പ്രതാപ് സാർ തന്നെയാണോ താങ്കൾ നേരത്തെ പറഞ്ഞ പ്രതാപ് പോത്തൻ? അതെ, ഇത് അയാൾ തന്നെയാ. ഞാനിവിടെ സത്യം പറഞ്ഞാൽ അയാൾ എൻ്റെ ഭാര്യയും മോനെയും കൊല്ലും. എനിക്കവരെ ജീവനോടെ വേണം. പേടിക്കാതെ സുധാകര, നിന്റെ ഭാര്യയ്ക്കും മകനും ഒന്നും സംഭവിക്കില്ല. ഈ നിമിഷം മുതൽ അയാൾ പോലീസിൻ്റെ നിയന്ത്രണത്തിലാ. സുധാകരൻ ധൈര്യമായി പറഞ്ഞോളൂ. ജഡ്ജ് രാമമൂർത്തി സുധാകരനെ സമാധാനിപ്പിച്ചു. അതോടൊപ്പം പ്രതാപ് പോത്തനെ കൂടി പ്രതിക്കൂട്ടിൽ നിർത്തി. പ്രതാപ് സുധാകരനെ ദഹിപ്പിച്ചു നോക്കി. ഇനി പറഞ്ഞോളൂ സുധാകര. ദിശ പ്രതാപ് പോത്തനെ പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് സുധാകരന് നേരെ തിരിഞ്ഞു. സുധാകരൻ പറഞ്ഞു തുടങ്ങി. രോഹിത് സാർ മുംബൈയിൽ നിന്ന് വന്നപ്പോൾ തൊട്ട് എൻ്റെ കാറിലായിരുന്നു സ്ഥിരം യാത്ര ചെയ്യാറ്. ഒരു പാവം മനുഷ്യനായിരുന്നു രോഹിത് സാർ. എനിക്ക് സ്വന്തം അനിയനെ പോലെ തന്നെയായിരുന്നു. 2-ാം തീയതി രാവിലെ രോഹിത് സാർ എന്നെ വിളിച്ചിരുന്നു. അന്ന് രാത്രി 8 മണിക്കുള്ള ട്രെയിനിൽ മുംബൈക്ക് പോവുകയാണെന്നും 7 മണിക്ക് ജോസഫ് സാറിൻ്റെ ഔട്ട് ഹൗസിൽ വന്ന് പിക്ക് ചെയ്യണമെന്നും പറഞ്ഞാൽ വിളിച്ചത്. ഞാൻ വരാമെന്ന് സമ്മതിച്ചതുമാണ്. അന്ന് വൈകുന്നേരം 5 മണി നേരത്താണ് ഈ പ്രതാപൻ പോത്തൻ സാർ എന്നെ കാണണമെന്നും പറഞ്ഞ് പെട്ടെന്ന് തൻ്റെ ഗസ്റ്റ് ഹൗസിലേക്ക് വരണമെന്നും പറഞ്ഞ് എന്നെ വിളിക്കുന്നത്. ഞാൻ കുറച്ചു കാലം പ്രതാപൻ സാറിൻ്റെ ഡ്രൈവറായി ജോലി ചെയ്തിരുന്നു. കാര്യം എന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ നേരിട്ട് പറയാമെന്ന് പറഞ്ഞു. ഗസ്റ്റ് ഹൗസിലേക്ക് 45 മിനിറ്റ് ഡ്രൈവ് ചെയ്യണം. 7 മണിക്ക് ഒരു ഓട്ടമുണ്ടെന്ന് അറിയിച്ചപ്പോൾ പെട്ടെന്ന് മടങ്ങാമെന്ന് പ്രതാപ് സാർ പറഞ്ഞു. ഞാൻ കുറച്ചു കാലം പ്രതാപ് സാറിൻ്റെ ഡ്രൈവറായി ജോലി ചെയ്തതിനാൽ സാറിൻ്റെ ഗസ്റ്റ് ഹൗസ് എനിക്ക് പരിചിതമായിരുന്നു. കൃത്യം 5:45 ഞാൻ അവിടെ എത്തി. അന്നേരം അവിടെ കണ്ട കാഴ്ച എന്നെ ഞെട്ടിച്ചു.
അകത്തെ മുറിയിൽ ബെഡിൽ ഒരു പെണ്ണ് ബോധം മറിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. 20-ൽ താഴെ പ്രായം തോന്നിപ്പിക്കുന്ന ഒരു പെണ്ണ്. അവളുടെ അർദ്ധനഗ്ന ശരീരം ഒരു പുതപ്പ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. മുഖത്തും കഴുത്തിലുമൊക്കെയും കരിനീലച്ച പാടും രക്തം കട്ട പിടിച്ചതും മറ്റുമുണ്ടായിരുന്നു. അത് കണ്ടതും ഞാൻ ആകെ വല്ലാണ്ടായിപ്പോയി. എനിക്ക് കാര്യം ഏതാണ്ട് മനസ്സിലായി. ഞാൻ പകപ്പോടെ പ്രതാപ് സാറിനെ നോക്കി. സാർ, ഇതേതാ ഈ പെൺകുട്ടി? ഇവള് മരിച്ചോ? കൊല്ലണമെന്ന് കരുതിയതല്ല. ഈ മോള് എല്ലാം നശിപ്പിച്ചു. പിന്നെ കൊല്ലാതെങ്ങനെയാ? എടാ, ഈ പെണ്ണൊരു മെമ്മറി കാർഡ് വിഴുങ്ങിക്കളഞ്ഞു. അത് എനിക്ക് വേണമെടാ. എടാ സുധാകര, നീ എന്നെ ഒന്ന് സഹായിക്കണം. ഞാൻ പണം എത്ര വേണേലും തരാം. നിന്റെ വീട് പണി നടക്കുമല്ലേ, മൊത്തം ചിലവ് ഞാൻ വഹിച്ചോളാം. നീ എൻ്റെ കൂടെ നിന്നേ പറ്റൂ. പ്രതാപ് സുധാകരൻ്റെ കരം കവർന്നുകൊണ്ട് പറഞ്ഞു. സാർ, ഞാനെങ്ങനെ? സുധാകരന് എന്ത് പറയണമെന്നറിയാതെയായി. ഞാൻ പറയാം. ആദ്യം ഈ ബോഡി ഇവിടുന്ന് മാറ്റണം. ആരും അറിയാതെ കത്തിച്ച് കളഞ്ഞേക്ക്. അയ്യോ സാർ, ഞാൻ കത്തിക്കാനോ? ഞാൻ കുടുങ്ങിയാലോ? അങ്ങനെയൊന്നും ഉണ്ടാവാതെ സുധാകരൻ ശ്രദ്ധിച്ചാൽ മതി. സുധാകരന് എന്ത് വേണമെങ്കിലും ഞാൻ തരാം. പ്രതാപിൻ്റെ വാക്കുകൾ കേട്ട് സുധാകരൻ ഒരു നിമിഷം ചിന്തിച്ചു. സാറേ, ശരിക്കും ഏതാ ഈ പെൺകുട്ടി? ഒരു പെണ്ണിനെ ക്രൂരമായി പീഡിപ്പിച്ച് കൊന്നിട്ട് അവസാനം എല്ലാം കൂടി എൻ്റെ തലയിൽ വെച്ച് കെട്ടാനാണോ സാർ നോക്കുന്നത്? പറ്റില്ല സാർ, ഞാൻ പോകുക. എനിക്ക് പണമൊന്നും വേണ്ട. സുധാകര, നീ എന്നെ ഈ അവസ്ഥയിൽ തനിച്ചാക്കി പോവല്ലേ. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇതൊക്കെയും നമ്മുടെ മന്ത്രി തോമസിൻ്റെ പണിയാ. അയാൾ ഇന്നലെ രാത്രി മുഴുവൻ ഇവിടെ ഉണ്ടായിരുന്നു. ആക്രാന്തം മൂത്ത് അയാൾ ചെയ്തു കൂട്ടിയതാ ഇതൊക്കെ. ഇന്നലെ രാത്രി 9 മണി നേരത്താണ് ഞാനും മന്ത്രി തോമസും നമ്മുടെ ആനക്കാട്ടിൽ അവറാച്ചൻ്റെ വീട്ടിൽ ചെല്ലുന്നത്. പ്രതാപിൻ്റെ ഓർമ്മകൾ കഴിഞ്ഞ ദിവസത്തിലേക്ക് പോയി. അവറാച്ചനും തോമസും പ്രതാപും ഗസ്റ്റ് റൂമിലിരുന്ന് സംസാരിച്ചുകൊണ്ട് മദ്യപിക്കുന്നുണ്ട്. അതിനിടയിൽ ഒരു പെൺകുട്ടി അങ്ങോട്ട് വന്നു. കയ്യിലെ ചിക്കൻ പൊരിച്ചതിൻ്റെ പ്ലേറ്റ് വെച്ചതും അവറാച്ചൻ അവളോട് പോവാൻ പറഞ്ഞു. തോമസിൻ്റെ കണ്ണുകൾ ആ പെണ്ണുടലിൽ ഒഴുകി നടന്നു. എടി കൊച്ചേ, നീ ഒറ്റയ്ക്ക് കിടക്കണ്ട, അമ്മച്ചിയുടെ മുറിയിൽ കിടന്നാൽ മതി, അവറാച്ചൻ പറഞ്ഞു. ശരി മുതലാളി. എന്നാ പോയി കിടന്നോ, നാളെ രാവിലെ പോവാനുള്ളതല്ലേ. തലയനക്കിക്കൊണ്ട് അവൾ അകത്തേക്ക് നടന്നു. ഏതാ അവറാച്ച ഈ കൊച്ച്? ഭാര്യയും മക്കളെയും തറവാട്ടിൽ പറഞ്ഞയച്ച് താനിവിടെ ഈ കിളുന്ത് പെൺകൊച്ചുമായി എന്നാ പരിപാടി? തോമസ് കൊള്ളിച്ചു പറഞ്ഞു. ഒന്ന് പോടോ, ആ കൊച്ചിന് എൻ്റെ ലിസിമോളുടെ പ്രായം പോലും ഇല്ല. ഓ പിന്നെ, ഒരു പുണ്യാളൻ. എനിക്ക് നിന്നെ അറിഞ്ഞൂടെ? തോമസ് അവറാച്ചനെ നോക്കി പറഞ്ഞു. എടോ, എൻ്റെ ലിസിമോള് പിറന്നേ പിന്നെ ഞാൻ ഒരു പെണ്ണിനെയും മറ്റൊരു തരത്തിൽ കണ്ടിട്ടില്ല. അതുമല്ല, അതെനിക്ക് വേണ്ടപ്പെട്ട കൊച്ചാ. 10-20 വർഷം എൻ്റെ കൂടെ നിഴൽ പോലെ നടന്ന എൻ്റെ ഡ്രൈവറായിരുന്ന ലോനപ്പൻ്റെ മോളാ അത്. 5 വർഷം മുൻപ് ഏതാണ്ട് നമ്മുടെ DCP പയ്യനെ പോലെ ഒരുത്തൻ. അവൻ SA ആയി ചാർജ് എടുത്തതേ ഉള്ളൂ. ചോരത്തിളപ്പിൻ്റെ പുറത്ത് എൻ്റെ വഴിയിൽ തടസ്സമായി നിന്നപ്പോൾ എനിക്കവനെ അങ്ങ് തീർക്കേണ്ടി വന്നു. അന്ന് എനിക്ക് പകരം ശിക്ഷ ഏറ്റെടുത്ത് ജയിലിൽ പോയതാ ലോനപ്പൻ. ജീവപര്യന്തം തടവ് വിധിച്ചപ്പോൾ എന്നോടൊന്നേ ആവശ്യപ്പെട്ടുള്ളൂ, ഭാര്യയും മോളെയും നോക്കണേ മുതലാളി എന്ന്. അന്ന് മുതൽ ഇന്ന് വരെ ഞാനാ അവൻ്റെ കുടുംബം നോക്കിയത്. അവൻ്റെ മോളാണത്. എനിക്കെൻ്റെ ലിസിമോളെ പോലെയാ. 2 ദിവസം മുന്നേ ലോനപ്പൻ്റെ ഭാര്യ മരിച്ചു. ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. ഈ കൊച്ചവിടെ ഒറ്റയ്ക്കായപ്പോൾ ഞാനിങ്ങ് കൊണ്ടുപോന്നതാ. അമ്മച്ചിയെ നോക്കാൻ ഒരാളായല്ലോ എന്ന തോന്നലാ സൗദാമിനിക്ക്. അത് പാടില്ല. ഞാനത് ലോനപ്പനോട് ചെയ്യുന്ന ദ്രോഹമാവൂ. ആ കൊച്ച് പഠിക്കാൻ മിടിക്കുക. ആ കൊച്ചിന് നഴ്സാവണമെന്നാ. ആ കൊച്ചെങ്കിലും രക്ഷപ്പെടട്ടെ. അതുകൊണ്ട് സൗദാമിനിയും ലിസിമോളും വരും മുന്നേ ഞാൻ ആ കൊച്ചിനെ മംഗലാപുരത്തേക്ക് പറഞ്ഞയക്കുക. അവിടെ എനിക്ക് പരിചയമുള്ള കോളേജിൽ പഠിക്കാനും താമസിക്കാനും സൗകര്യമൊരുക്കിയിട്ടുണ്ട്. ലോനപ്പനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ കൊച്ച് നാളെ ഇവിടുന്ന് പോവും. ഇതെങ്കിലും ഞാൻ അവന് വേണ്ടി ചെയ്യണ്ടേ? അത്രയും പറഞ്ഞ് അവറാച്ചൻ ആഞ്ഞൊരു ശ്വാസം വലിച്ചു. അപ്പോഴാണ് ആ പെൺകുട്ടി വീണ്ടും അങ്ങോട്ട് വരുന്നത്. എന്താടി ട്രീസ കൊച്ചേ, നീ കിടന്നില്ലേ? അവറാച്ചൻ കാര്യം തിരക്കി. അത് പിന്നെ വല്യമ്മച്ചി കതകിന് കുറ്റിയിട്ടിരിക്കുക. ഞാൻ ഡോറിൽ തട്ടിയിട്ടും തുറക്കണില്ല. അത് ചില ദിവസങ്ങളിൽ അമ്മച്ചിയുടെ ഒരു സ്വഭാവമാ. നീ ഇനി വിളിക്കാൻ നിൽക്കണ്ട, ചിലപ്പോൾ ദേഷ്യപ്പെടും. നീ തൊട്ടപ്പുറത്തെ മുറിയിൽ കിടന്നോ, ഡോർ കുറ്റിയിട്ടേക്ക്. അവറാച്ചൻ പറഞ്ഞത് കേട്ട് ട്രീസ തലയനക്കി അവിടുന്ന് നടന്നു നീങ്ങി. ഇതേ സമയം തോമസ് ആ പെണ്ണിനെ ആർത്തിയോടെ നോക്കുന്നത് പ്രതാപ് ശ്രദ്ധിച്ചു. പ്രതാപ് തോമസിനെ തോണ്ടി കണ്ണുകൊണ്ടെന്തോ കാണിച്ചതും തോമസ് വല്ലാത്തൊരു ഭാവത്തിൽ ചിരിച്ചു. വഴിയുണ്ടാക്കാം എന്ന പോലെ പ്രതാപ് തോമസിനെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചു.
അങ്ങനെ ഇരുവരും ചേർന്ന് അവറാച്ചനെ ശരിക്കും കുടിപ്പിച്ച് കിടത്തി. 1 മണിക്കൂറിന് ശേഷം ബോധം നഷ്ടപ്പെട്ട അവറാച്ചൻ അവിടെ തന്നെ മയങ്ങി. ആ നിമിഷം തോമസും പ്രതാപും ട്രീസ കിടക്കുന്ന മുറി ലക്ഷ്യം വെച്ച് നടന്നു. ഡോറിൽ തട്ടുന്നത് കേട്ടതും ട്രീസ ഉറക്കമുണർന്നു. നേരിയ ഭയത്തോടെ ലൈറ്റ് ഓൺ ചെയ്തതും വീണ്ടും ഡോറിൽ തട്ട് വീണു. ട്രീസ കൊച്ചേ, ഇത് ഞാനാ, അവറാച്ചൻ. ഇത്തിരി വെള്ളം എടുത്തേടി. തോമസ് ആണ് ആ പറഞ്ഞത്. എന്നാൽ അവറാച്ചൻ്റെ സ്വരത്തിൽ വ്യത്യാസം തോന്നിയ ട്രീസ ഡോർ തുറക്കാൻ മടിച്ചു. എടി കൊച്ചേ, എനിക്കെന്തോ നെഞ്ചുവേദന പോലെ. എനിക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. നീ ഇത്തിരി ചൂടുവെള്ളം ഇങ്ങെടുത്തേ. നീ പേടിക്കണ്ട, അവരൊക്കെ പോയി. ഇത്തവണ ട്രീസയ്ക്ക് വാതിൽ തുറക്കാതിരിക്കാനായില്ല. ഡോർ തുറന്ന ട്രീസ കാണുന്നത് തോമസിനെയും പ്രതാപിനെയും. അവൾ എന്തെങ്കിലും പ്രവർത്തിക്കും മുൻപ് ഇരുവരും അവളുടെ വാ പൊത്തിപ്പിടിച്ചു. അവിടുന്ന് പുറത്തേക്ക് നടന്നു. പ്രതാപിൻ്റെ ഗസ്റ്റ് ഹൗസിലേക്കാണ് ഇരുവരും ചെന്നത്. പ്രതാപ് ഓർമ്മയിൽ നിന്നുണർന്നു. എന്നിട്ട് നിങ്ങൾ രണ്ടും കൂടി കാട്ടിക്കൂട്ടിയതാണോ ആ കാണുന്നത്? അല്ലേ സാറേ? സുധാകരൻ പരിഹാസത്തോടെ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ സുധാകര, ഞാനൊന്നും ചെയ്തില്ല. പുലരുവോളം ആ തോമസ് ആയിരുന്നു മുറിയിൽ. ഓ പിന്നെ, എനിക്ക് സാറിനെ അറിഞ്ഞൂടെ? എടോ, ഞാൻ പറഞ്ഞത് സത്യമാ. എൻ്റെ ലക്ഷ്യം ഈ പെണ്ണായിരുന്നില്ല, മന്ത്രി തോമസ് ആയിരുന്നു. പ്രതാപിൻ്റെ ഓർമ്മകൾ മണിക്കൂറുകൾ മുന്നിലേക്ക് സഞ്ചരിച്ചു. തോമസ് കാണാതെ പ്രതാപ് നേരത്തെ ആ മുറിയിൽ ഹിഡൻ ക്യാമറ സെറ്റ് ചെയ്തു വച്ചിരുന്നു. ആ മുറിയിലേക്കാണ് തോമസ് ട്രീസയുമായി പോയത്. അവളുടെ എതിർപ്പുകൾ വകവയ്ക്കാതെ തോമസ് ആ പെണ്ണിനെ ക്രൂരമായി പിച്ചി ചീന്തി. മണിക്കൂറുകൾ പിന്നിട്ടതും ഷർട്ടിൻ്റെ ബട്ടണുമിട്ട് തോമസ് മുറിവിട്ടിറങ്ങിയതും പ്രതാപ് മുറിയിൽ കയറി. പ്രതാപിൻ്റെ കണ്ണുകൾ ബെഡിൽ പാതി നഗ്നയായി കിടക്കുന്ന പെണ്ണുടലിലേക്ക് നീണ്ടു. ഒരു നിമിഷം അതവൻ്റെ സിരകളെ ചൂട് പിടിപ്പിച്ചുവെങ്കിലും മറ്റെന്തൊക്കെയോ ചിന്തകൾ പ്രതാപിൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. പ്രതാപ് ആ പെണ്ണിനെ ശ്രദ്ധിക്കാതെ ഒളിപ്പിച്ചു വെച്ച ക്യാമറ എടുത്ത് തൻ്റെ ലാപ്ടോപ്പിൽ ചില ജോലികളിൽ മുഴുകി. ഇതുപോലെ നേരത്തെയും തോമസിൻ്റെ ഒരുപാട് ക്ലിപ്സ് പ്രതാപ് റെക്കോർഡ് ചെയ്തു വെച്ചിരുന്നു. അതയാളുടെ ലാപ്ടോപ്പിൽ സൂക്ഷിച്ചിരുന്നു. മന്ത്രി തോമസിൻ്റെ കാമലീലകൾ മൊത്തവും പ്രതാപ് ഒരു ചിപ്പിലാക്കി. അന്ന് തന്നെ തോമസിനെ കൊണ്ട് പ്രതാപിന് ചെറിയൊരാവശ്യമുണ്ടായിരുന്നു. അതിനുവേണ്ടിയായിരുന്നു ഇതൊക്കെയും. 1 മണിക്കൂർ നേരം പ്രതാപ് മുറിക്കുള്ളിലുണ്ടായിരുന്നു. ഇതിനിടയിലെപ്പോഴോ ട്രീസ കണ്ണു തുറന്നതും അവളുടെ നോട്ടം ലാപ്ടോപ്പിന് മുന്നിലിരിക്കുന്ന പ്രതാപിലേക്ക് നീണ്ടു. അവളുടെ കണ്ണിൽ അഗ്നി എരിഞ്ഞു. അതിനിടയിൽ പുറത്തു നിന്നും തോമസ് ഡോറിൽ തട്ടിയതും പ്രതാപ് ധൃതിയിലെല്ലാം പെറുക്കിക്കൂട്ടി വാർഡ്രോബിൽ വെച്ച് ഡോർ തുറന്ന് തോമസിനെ നോക്കി ചിരിച്ചു. പ്രതാപ് വഷളൻ ചിരിയോടെ മുറിയിലേക്ക് എത്തി നോക്കി. തോമസ് പോവുകയാണെന്നും വീട് വരെ ഡ്രോപ്പ് ചെയ്യണമെന്നും പറഞ്ഞപ്പോൾ പ്രതാപ് ആ പെണ്ണ് കിടക്കുന്ന മുറിയും വീടും പൂട്ടിയിറങ്ങി. തോമസിനെ വീട്ടിലിറക്കി മടങ്ങാൻ നേരമാണ് വീട്ടിലേക്ക് അത്യാവശ്യമായി ചെല്ലണമെന്നും പറഞ്ഞ് അവർ അച്ഛൻ വിളിക്കുന്നത്. പ്രതാപ് ട്രീസയെ കാണാനില്ലെന്ന് പറഞ്ഞായിരുന്നു വിളിച്ചത്. തങ്ങൾക്ക് ഒന്നും അറിയില്ലെന്നും അവൾ എങ്ങോട്ടെങ്കിലും ഒളിച്ചോടിപ്പോയി കാണുമെന്നും പറഞ്ഞ് പ്രതാപ് തലയൂരി. ഇതേ സമയം ട്രീസ എങ്ങനെയൊക്കെയോ ബെഡിൽ നിന്നും എഴുന്നേറ്റ് വേച്ച് നടന്നു. തറയിൽ ചിതറിക്കിടക്കുന്ന തൻ്റെ ഡ്രസ്സൊക്കെയും പെറുക്കിയെടുത്ത് ധരിച്ചു. തലേ ദിവസം നടന്ന കാര്യങ്ങൾ ഓർമ്മ വന്നതും അവളുടെ കണ്ണ് നിറഞ്ഞു തുടങ്ങി. പ്രതാപിനെയും തോമസിനെയും കൊല്ലാനുള്ള ദേഷ്യത്തോടെ അവൾ ചുറ്റും കണ്ണോടിച്ചു. മുറിവേറ്റ മനസ്സും ശരീരവുമായി അവൾ പ്രതാപ് അടച്ചു വെച്ച വാർഡ്രോബിനരികിലേക്ക് നടന്നു. തൻ്റെ ജീവിതം ഇല്ലാതാക്കിയവരുടെ ജീവിതം താനും ഇല്ലാതാക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെ വാർഡ്രോബ് തുറന്ന് അതിൽ നിന്നും പ്രതാപ് നേരത്തെ എടുത്തു വെച്ച ലാപ്ടോപ്പ് എടുത്ത് എറിഞ്ഞുടച്ചു. ശേഷം ആ ചിപ്പ് അവൾ കൈക്കലാക്കി. ലിസിയുമായി പുറത്തു പോയതുകൊണ്ട് പ്രതാപ് തിരികെ ഗസ്റ്റ് ഹൗസിലെത്തിയത് 4 മണിയായിരുന്നു. ട്രീസയെ പൂട്ടിയിട്ട മുറിയുടെ ഡോറും തുറന്ന് അകത്ത് കയറിയ പ്രതാപ് കാണുന്നത് പൊട്ടിച്ചിതറിക്കിടക്കുന്ന ലാപ്ടോപ്പാണ്. തുറന്നു കിടക്കുന്ന വാർഡ്രോബിൽ താൻ സൂക്ഷിച്ച ചിപ്പ് കാണാനില്ല. വലിഞ്ഞു മുറുകിയ മുഖവുമായി പ്രതാപ് മുറിയാകെ കണ്ണോടിച്ചപ്പോൾ അവിടെ എവിടെയും ട്രീസ ഇല്ലായിരുന്നു. തൻ്റെ പിന്നിൽ ആളനക്കം കേട്ടതും പ്രതാപ് പൊടുന്നനെ തിരിഞ്ഞു നോക്കി. കയ്യിൽ ഫ്ലവർ വേസും പിടിച്ചു നിൽക്കുന്ന ട്രീസ. പ്രതാപ് ഒരു നിമിഷം പതറിയെങ്കിലും ട്രീസ എന്തെങ്കിലും പ്രവർത്തിക്കും മുൻപ് പ്രതാപ് അവളുടെ കയ്യിൽ പിടുത്തമിട്ടിരുന്നു. നിൽക്കാൻ പോലും ശേഷിയില്ലാത്ത ട്രീസയ്ക്ക് പ്രതാപിൻ്റെ കൈക്കരുത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല. പ്രതാപ് അവളെ ബെഡിലേക്ക് പിടിച്ചു തള്ളി. അവളുടെ തല കട്ടിലിൻ്റെ ഹെഡ്ബോർഡിൽ ചെന്നിടിച്ചു. എവിടെയാടി ആ ചിപ്പ്? അതും ചോദിച്ച് പ്രതാപ് ക്രൂരഭാവത്തോടെ അവളുടെ അരികിലേക്ക് നടന്നു. പ്രതാപിൻ്റെ വരവ് കണ്ട് ട്രീസ ഭയത്താൽ തലയിണയിലേക്ക് മുഖം പൂഴ്ത്തി. അവൻ കാണാതെ ചിപ്പ് വിഴുങ്ങിക്കളഞ്ഞു. ബെഡിനരികിലെത്തിയ പ്രതാപ് ബലം പ്രയോഗിച്ചവളെ തിരിച്ചു കിടത്തി അവളുടെ 2 കൈയും പരിശോധിച്ചു.
അവളുടെ ഇരു കൈയിലും ചിപ്പില്ലെന്ന് കണ്ടതും പ്രതാപ് വർദ്ധിച്ചു വന്ന ദേഷ്യത്തോടെ അവളുടെ ഇരു കവളത്തും മാറി മാറി അടിച്ചു. അടികൊണ്ടിട്ടും അവൾ തളർന്നില്ല. അവൾ പുച്ഛത്തോടെ അവനെ നോക്കി, പുച്ഛത്തോടെ ചിരിച്ചു. എവിടെയാടി ആ ചിപ്പ്? അവളുടെ കഴുത്തിൽ പിടിമുറുക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. നീ എന്നെ കൊന്നാലും നീ അത് കണ്ടുപിടിക്കാൻ പോകുന്നില്ലടാ. അവൻ്റെ മുഖത്തേക്ക് നോക്കി തെല്ലും ഭയമില്ലാതെ അവൾ പറഞ്ഞതും അവൻ അവളുടെ ചുരിദാറിൻ്റെ ടോപ്പ് വലിച്ചു കീറി പരിശോധിച്ചു. അവൾ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. ചിപ്പ് എവിടെയും ഇല്ലെന്ന് കണ്ടതും അവൻ അവളുടെ കഴുത്തിൽ പിടിമുറുക്കി. എടാ, ഞാനത് വിഴുങ്ങിക്കളഞ്ഞു. നിനക്കിനി അത് കിട്ടാൻ പോകുന്നില്ല. അവൾ പരിഹാസത്തോടെ പറഞ്ഞത് കേട്ട് അവൻ അവളുടെ വാ പിളർത്തി അതെടുക്കാൻ ശ്രമിച്ചുവെങ്കിലും ശ്രമം പരാജയപ്പെട്ടു. നുരഞ്ഞു പൊന്തിയ ദേഷ്യത്തോടെ ആ നിമിഷം പ്രതാപ് തലയണയെടുത്ത് അവളുടെ മുഖത്ത് പൂഴ്ത്തി ശ്വാസം മുട്ടിച്ചു. നിമിഷങ്ങൾക്ക് ശേഷം അവളുടെ ശ്വാസം നിലച്ചെന്ന് തോന്നിയതും അവൻ തലയണ എടുത്തു മാറ്റി. ഇതാണ് സംഭവിച്ചത്. പ്രതാപ് ചിന്തയിൽ നിന്നുണർന്നുകൊണ്ട് പറഞ്ഞു. മന്ത്രി തോമസിനും ആ അവറാച്ചനും ഒരുമിച്ച് പണിയാൻ പറ്റിയ അവസരമായിരുന്നു ഇത്. ഈ ബോഡി വീട്ടിൽ കൊണ്ടുപോയി അവറാച്ചൻ്റെ വീട്ടുപറമ്പിൽ തള്ളിയ അങ്ങേരെ ജയിലിൽ കിടക്കുമായിരുന്നു. പക്ഷേ ഇപ്പം വേണ്ട. അങ്ങേരുടെ മോളെ ഞാനൊന്ന് കെട്ടിക്കോട്ടെ. അത് കഴിഞ്ഞ് ഞാൻ തന്നെ ആ ലോനപ്പനെ ജയിലിൽ ചെന്ന് കാണുന്നുണ്ട്. എന്നിട്ട് പറയണം അങ്ങേരുടെ മോളെ ആ അവറാച്ചൻ പീഡിപ്പിച്ച് കൊന്നതാണെന്ന്. ജയിൽ ചാടി വന്നിട്ടാണേലും ലോനപ്പൻ അവറാച്ചനെ തട്ടും. അതുകൂടെ അവറാച്ചൻ എന്ന ചാപ്റ്റർ ക്ലോസ്. അങ്ങേരുടെ മോളുടെ പേരിലിരിക്കുന്ന കോടിക്കണക്കിന് സ്വത്തുക്കൾ സ്വന്തമാക്കി അവളെയും ഇതുപോലെ അങ്ങ് ഒഴിവാക്കണം. അത്രയും പറഞ്ഞ് പ്രതാപ് ഉറക്കെ ചിരിച്ചു. സാറേ, അന്നേരം എന്നെയും കൂടി ഓർക്കണം കേട്ടോ, സുധാകരൻ പറഞ്ഞു. പിന്നെ ഓർക്കാതെ. നീ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ചെയ്യ്. ശരി, ആദ്യം ഞാൻ ഈ വീഡിയോ ഒന്ന് എൻ്റെ സുഹൃത്തിൻ്റെ ഫോണിലേക്ക് അയക്കട്ടെ എന്നും പറഞ്ഞ് സുധാകരൻ തൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റിലിരുന്ന ഫോൺ എടുത്ത് അതിൽ ശ്രദ്ധ കൊടുത്തു. കാര്യം മനസ്സിലാവാതെ പ്രതാപ് സുധാകരനെ നോക്കി. അത് പിന്നെ സാറേ, സാറിന് എനിക്കത്ര വിശ്വാസം പോരാ. ഇതുപോലെ സാർ എന്നെയും ചതിക്കില്ലെന്ന് ആര് കണ്ടു? ഞാൻ ഇങ്ങോട്ട് വന്നത് എൻ്റെ ഫോണിൻ്റെ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ടാ. സാർ പറഞ്ഞത് മുഴുവൻ ഇതിൽ പതിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നുകൂടി എൻ്റെ സേഫ്റ്റി ഉറപ്പിക്കാൻ വേണ്ടിയാ ഞാനത് എൻ്റെ സുഹൃത്തിൻ്റെ ഫോണിലേക്ക് അയച്ചത്. പേടിക്കണ്ട, അവൻ ചതിക്കില്ല. സാർ എന്നെ ചതിച്ച അവനും ചതിക്കും. സുധാകരൻ പറയുന്നത് കേട്ട് പ്രതാപ് പകപ്പോടെ അവനെ നോക്കി. എന്നിട്ടെന്താ സംഭവിച്ചത്? ദിഷയുടെ ചോദ്യമാണ് സുധാകരനെ ഓർമ്മകളിൽ നിന്നും ഉണർത്തിയത്. ഇതേ സമയം സുധാകരൻ പറഞ്ഞത് മുഴുവൻ കേട്ട് നിന്ന അവറാച്ചൻ ദേഷ്യത്തോടെ പ്രതാപിനെ നോക്കി. അയാൾക്ക് പ്രതാപിനോടും തോമസിനോടും കലി അടക്കാനായില്ല. ട്രീസയുടെ കാര്യമോർത്ത് അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. ട്രീസയെ കാണാതായിട്ട് പോലീസിൽ പരാതി കൊടുക്കാഞ്ഞത് ലോനപ്പനെ പേടിച്ചിട്ടാണ്. അയാളുടെ മോളുടെ സംരക്ഷണം ഏറ്റെടുത്തിട്ട് അവളെ എൻ്റെ വീട്ടിൽ നിന്നും കാണാതായെന്ന് പറഞ്ഞാൽ അവൻ വിശ്വസിക്കുമോ? ഇതിപ്പോൾ ആ കൊച്ചു മരിച്ചിട്ട് തിരിച്ചറിയുക പോലും ചെയ്തില്ലല്ലോ എന്നോർത്ത് അയാളുടെ ഹൃദയം വേദനിച്ചു. സുധാകരൻ തുടർന്നു. പിന്നീട് പ്രതാപൻ സാറും ഞാനും കൂടി ആ കുട്ടിയുടെ ബോഡി ചാക്കിലാക്കി എൻ്റെ കാറിൽ കയറ്റി. ശേഷം ഞാൻ ഒറ്റയ്ക്ക് സാർ പറഞ്ഞ സ്ഥലത്തേക്ക് ബോഡി കത്തിക്കാൻ വേണ്ടി ചെന്നതാ. ആ വഴിയിൽ പോലീസ് ചെക്കിംഗ് നടക്കുന്നത് കണ്ടതും ഞാൻ വണ്ടി തിരിച്ചുവിട്ടു. അപ്പോഴേക്കും സമയം 6:30 ആവാറായിരുന്നു. അപ്പോഴാണ് രോഹിത്തിൻ്റെ കാര്യം ഞാൻ ഓർക്കുന്നത്. തിരികെ അവിടെ എത്താൻ 45 മിനിറ്റ് വേണം. രോഹിത്തിനെ ഡ്രോപ്പ് ചെയ്യാതെ പറ്റില്ല എന്ന തോന്നലിൽ വണ്ടി അങ്ങോട്ട് തിരിച്ചുവിട്ടു. രോഹിത്തിനെ ഇറക്കിയിട്ട് എന്തേലും ചെയ്യാം എന്നതായിരുന്നു എൻ്റെ പ്ലാൻ. വഴിയിൽ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. അതിനാൽ എത്താൻ 15 മിനിറ്റ് വൈകിയിരുന്നു. അതിനിടയിൽ 7 മണി കഴിഞ്ഞിട്ട് എന്നെ കാണാഞ്ഞ് രോഹിത് വിളിച്ചിരുന്നു. 7:10 കഴിഞ്ഞ് ഞാൻ അവിടെ എത്തി. രോഹിതുമായി റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ചു. 8 മണിയായിരുന്നു ട്രെയിൻ. അതിനാൽ പെട്ടെന്നെത്താൻ ഞാൻ കുറുക്കുവഴിയായിരുന്നു തിരഞ്ഞെടുത്തത്. യാത്രക്കിടയിലാണ് തൻ്റെ ഫോൺ റേഞ്ച് കിട്ടുന്നില്ലെന്നും ജോസഫിനെ വിളിച്ച് തൻ്റെ കുഞ്ഞിനെ അന്വേഷിക്കാനാണെന്നും പറഞ്ഞ് രോഹിത് എൻ്റെ ഫോൺ ചോദിക്കുന്നത്. ഞാൻ ലോക്ക് മാറ്റി ഫോൺ അവൻ്റെ കയ്യിൽ കൊടുത്തു. അതിനിടയിൽ വണ്ടിയുടെ ടയർ പഞ്ചറായി. ഞാൻ ടയർ മാറ്റാൻ വേണ്ടി വണ്ടിയിൽ നിന്നും ഇറങ്ങി. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് ഫോണിലെ വീഡിയോയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത്. എൻ്റെ ജോലി പാതി വഴിയിൽ ഉപേക്ഷിച്ച് ഞാൻ വണ്ടിയുടെ ഡോർ തുറന്നതും കാറിനകത്ത് രോഹിത്തില്ലായിരുന്നു. സീറ്റിനടിയിലെ ചാക്കിലെ ബോഡി തുറന്നു കിടക്കുന്നതാണ് ഞാൻ കാണുന്നത്. അതോടൊപ്പം എൻ്റെ ഫോൺ കാറിൻ്റെ സീറ്റിലുണ്ട്. അതിൽ ഞാനെടുത്ത വീഡിയോ പ്ലേ ആവുന്നുണ്ട്. രോഹിത് എല്ലാം കണ്ടുവെന്ന് ഞാൻ മനസ്സിലാക്കി.
ആരോ ഓടുന്ന ശബ്ദം കേട്ടതും ഞാൻ തിരിഞ്ഞു നോക്കി. അപ്പോഴാണ് രോഹിത് ഒരു ഓട്ടോയ്ക്ക് കൈ കാണിക്കുന്നതും അതിൽ കയറി പോകുന്നതും ഞാൻ കാണുന്നത്. ഞാൻ ആകെ ഭയന്നു. രോഹിത് ഇതെങ്ങാനും പോലീസിൽ പറയുമോ എന്ന തോന്നലിൽ അപ്പം തന്നെ പ്രതാപ് സാറിനെ ഞാൻ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. പേടിക്കണ്ട, ഞാനെല്ലാം നോക്കിക്കോളാമെന്നും ആ ബോഡി എങ്ങനെയും കളയണമെന്നും സാർ പറഞ്ഞു. അത് പ്രകാരം ഞാൻ ബോഡി കാട്ടിൽ ഉപേക്ഷിച്ചു. ഇത്ര മാത്രമേ എനിക്കറിയുള്ളൂ. അതിനുശേഷം എന്താണെന്ന് നടന്നതെന്നോ ആരാണ് രോഹിത്തിനെ കൊന്നതെന്നോ എനിക്കറിയില്ല. സുധാകരൻ അത്രയും പറഞ്ഞു നിർത്തി. അപ്പോൾ രോഹിത്തിനെ കൊന്നതാരാണെന്ന് നിങ്ങൾക്കറിയില്ല അല്ലേ സുധാകര? ദിഷയാണ് ചോദിച്ചത്. ഇല്ല, അത് ഇന്നലെ തന്നെ ഞാൻ മാഡത്തിനോടും DCPയോടും പറഞ്ഞതല്ലേ. അപ്പോൾ പിന്നെ ഈ നിൽക്കുന്ന പ്രതാപ് പോത്തൻ തന്നെയായിരിക്കും രോഹിത്തിനെയും കൊന്നത് അല്ലേ സുധാകര? ആയിരിക്കും, സുധാകരൻ പറഞ്ഞു. ആയിരിക്കും. അപ്പോൾ സുധാകരൻ ഉറപ്പില്ല അല്ലേ? എനിക്കറിയില്ല. ദയവ് ചെയ്ത് എന്നെ വെറുതെ വിടണം. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. സുധാകരൻ കോടതിക്ക് മുൻപാകെ കൈകൾ കൂപ്പിക്കൊണ്ട് പറഞ്ഞു. ശരി, സുധാകരന് ഒന്നും അറിയില്ല. എന്നാൽ എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഞാൻ പറയാം. അതും പറഞ്ഞ് ദിഷ ജഡ്ജിന് നേരെ തിരിഞ്ഞു. ഇത് കൊല്ലപ്പെട്ട രോഹിത്തിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. ഇതിൽ പറയുന്നുണ്ട് നെഞ്ചിനേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമെന്ന്. കൂർത്ത മുനയുള്ള എന്തോ ഒരു ഇൻസ്ട്രുമെൻ്റ് വെച്ചിട്ടാണ് കൊല നടത്തിയിരിക്കുന്നതെന്ന് ഇതിൽ വ്യക്തമായി പറയുന്നുണ്ട്. അതായത് എൻ്റെ കയ്യിലുള്ളതേ ഇതുപോലുള്ള കൂർത്ത മുനയുള്ള പിക്ടൂൾ വെച്ചിട്ടാണ് കൊല നടത്തിയതെന്ന് ദിഷ തൻ്റെ ഇൻസ്ട്രുമെൻ്റ് ഉയർത്തിക്കാട്ടിക്കൊണ്ട് പറഞ്ഞു. ഇതേ സുധാകരൻ്റെ വണ്ടിയിൽ നിന്നും കിട്ടിയതാ. ഇത് സുധാകരൻ്റേതായിരിക്കും അല്ലേ? അപ്പോൾ ഇത് വെച്ചിട്ടായിരിക്കും ഈ പ്രതാപ് രോഹിത്തിനെ കുത്തിയത്. പക്ഷേ ഇതെങ്ങനെ പ്രതാപിൻ്റെ കയ്യിലെത്തി? സുധാകരൻ രോഹിത്തിനെ കൊല്ലാൻ കൊടുത്തതാണോ? ഞാൻ ആർക്കും ഒന്നും കൊടുത്തിട്ടില്ല. ശരി, കൊടുത്തിട്ടില്ല. അല്ലെങ്കിൽ സുധാകരന് മാത്രമല്ലല്ലോ ഇതുപോലുള്ള ടോൾ പിക്കർ ഉള്ളത്. പ്രതാപിൻ്റെ കയ്യിലും ഇതുപോലൊരെണ്ണം ഉണ്ടായിക്കൂടാ എന്നില്ലല്ലോ. ഞാൻ എന്തൊരു മണ്ടിയാ അല്ലേ? ഛേ, അതൊക്കെ പോട്ടെ. സുധാകരൻ നേരത്തെ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ഈ നിൽക്കുന്ന പ്രതാപൻ ശ്വാസം മുട്ടിച്ചാണ് ട്രീസ എന്ന പെണ്ണിനെ കൊന്നതെന്ന്. അതും 5 മണിക്ക് മുൻപ്, ശരിയല്ലേ? അന്നേരം ദിഷ സുധാകരനെ വല്ലാത്ത ഭാവത്തിലൊന്ന് നോക്കി പുഞ്ചിരിച്ചു. ആ ചിരിയിൽ മറഞ്ഞു നിൽക്കുന്നത് എന്താണെന്ന് സുധാകരനെ പോലെ പലർക്കും അറിയില്ലായിരുന്നു. യുവർ ഓണർ, ഇതാണ് മരിച്ച ട്രീസ എന്ന പെൺകുട്ടിയുടെ ഒറിജിനൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. നേരത്തെ ആരൊക്കെയോ ചേർന്ന് ചില തിരിമറികൾ നടത്തി ട്രീസയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മാറ്റിയിരുന്നു. അതെന്തിനാണെന്ന് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. ഇത് സത്യമാണെന്ന് തെളിയിക്കാൻ ഫോറൻസിക് ഡോക്ടർ അഫ്സലിനെ കോടതിക്ക് വിസ്തരിക്കാം. ദിഷ പറഞ്ഞത് പ്രകാരം അഫ്സൽ കോടതിക്ക് മുൻപാകെ ഹാജരായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ തിരിമറികളെക്കുറിച്ച് തുറന്നു പറഞ്ഞു. യുവർ ഓണർ, സുധാകരൻ പറയുന്നു പ്രതാപ് ട്രീസയെ 5 മണിക്ക് മുൻപേ ശ്വാസം മുട്ടിച്ച് കൊന്നുവെന്ന്. അപ്പം പിന്നെ ട്രീസയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എങ്ങനെ മരണസമയം 6-നും 7-നും ഇടയിലായി? അതുമല്ല, ശ്വാസം കിട്ടാതെയല്ല ട്രീസ മരിച്ചത്. പകരം മരണകാരണം നെഞ്ചിനേറ്റ ആഴത്തിലുള്ള മുറിവാണ്. ഏതാണ്ട് ഇതേ ടൂൾ പിക്കർ വെച്ചുള്ള മുറിവാണ് ട്രീസയുടെ ബോഡിയിലും കണ്ടെത്തിയത്. അതുമല്ല, ഒന്നിലധികം പേര് ചേർന്ന് ട്രീസയെ ക്രൂരമായി പീഡിപ്പിച്ചെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട്. നേരത്തെ സുധാകരൻ നമ്മളോട് പറഞ്ഞ കഥയിൽ പ്രതാപ് ട്രീസയെ റേപ്പ് ചെയ്തിട്ടില്ല. അപ്പം പിന്നെ ആ മറ്റൊരാൾ ആരാ? ഇനിയിപ്പോൾ പ്രതാപ് സുധാകരനോട് കള്ളം പറഞ്ഞതാണോ? അതോ സുധാകരൻ കള്ളം പറയുന്നതോ? ദിഷയുടെ ചോദ്യം കേട്ട് സുധാകരൻ വിളറി വെളുത്തു. പറ സുധാകര, ഈ പ്രതാപ് തന്നോട് കള്ളം പറഞ്ഞതായിരിക്കുമോ? ആയിരിക്കും. ഇയാൾ തന്നെയാവും ആ പെണ്ണിനെ പീഡിപ്പിച്ചത്, സുധാകരൻ പറഞ്ഞൊപ്പിച്ചു. അന്നേരം പ്രതാപ് അവനെ നോക്കി ദഹിപ്പിച്ചു. ആയിരിക്കും അല്ലേ? ആയിരിക്കും, കൊള്ളിച്ചു പറഞ്ഞ് ദിഷ സുധാകരൻ്റെ അരികിലേക്ക് നീങ്ങി നിന്നു. ശേഷം അവനോട് തല ചെരിക്കാൻ പറഞ്ഞു. അവൻ അതുപോലെ നിന്നു. അന്നേരം പിൻകഴുത്തിൽ തലമുടിയോട് ചേർന്ന് ഒരു മുറിവിൻ്റെ പാട് കണ്ടതും ദിഷ കാര്യം തിരക്കി. ഇതെന്തു പറ്റിയതാ സുധാകര? അത് പൂച്ച കടിച്ചതാ. പൂച്ച കടിച്ചതാണെങ്കിൽ കുഴപ്പമില്ല, പട്ടി കടിച്ചതാണേ സൂക്ഷിക്കണം കേട്ടോ. ഇനിയിപ്പോൾ മനുഷ്യൻ വല്ലതുമാണോ എങ്കിൽ ശരിക്കും സൂക്ഷിക്കണം. ദിഷയുടെ അർത്ഥം വെച്ചുള്ള സംസാരവും നോട്ടവും കണ്ട് സുധാകരൻ നിന്നു വിയർത്തു. അല്ല, പൂച്ച തന്നെയാ. പൂച്ചയെങ്കിൽ പൂച്ച, പക്ഷേ എന്താണെന്നറിയില്ല. സുധാകരൻ പറയുന്നതൊന്നും അങ്ങോട്ട് മാച്ച് ആവുന്നില്ല. അതായത് ട്രീസയുടെ കൊല നടന്ന സമയം, കൊല നടത്താൻ ഉപയോഗിച്ച ടൂൾ, ആകെ മൊത്തം കൺഫ്യൂഷൻ. അതുമല്ല,
പോസ്റ്റ്മോർട്ടം നടത്തുന്ന സമയത്ത് ട്രീസയുടെ വായിൽ നിന്നും കണ്ടെടുത്ത ഹെയർ അതേ ഈ നിൽക്കുന്ന പ്രതാപിൻ്റേതുമായി ഒട്ടും മാച്ച് ആവുന്നില്ല. പകരം സുധാകരൻ്റേതുമായി നല്ല മാച്ചാ. അതിൻ്റെ അർത്ഥം എന്തുവാ സുധാകര? ഒന്ന് പറഞ്ഞതാ. ദിശ പറഞ്ഞത് കേട്ട് സുധാകരൻ തറഞ്ഞു നിന്നു. യെസ് യുവർ ഓണർ. ഈ നിൽക്കുന്ന സുധാകരൻ നമ്മളോട് നേരത്തെ പറഞ്ഞത് മുഴുവൻ സത്യമല്ല, പകുതി മാത്രമാണ് സത്യം. ഇത് സുധാകരൻ്റെ കൂട്ടുകാരൻ്റെ ഫോണാണ്. നേരത്തെ പറഞ്ഞ കഥയിലെ അതേ കൂട്ടുകാരൻ. ഇതിൽ നമുക്ക് പ്രതാപിൻ്റെ ഗസ്റ്റ് ഹൗസിൽ നിന്ന് സുധാകരൻ എടുത്ത വീഡിയോ കാണാൻ പറ്റും. അതുപ്രകാരം നമുക്ക് മനസ്സിലാകുന്നത് 5 മണിക്ക് സുധാകരൻ അവിടെ ചെന്നു ബോധം മറഞ്ഞു കിടക്കുന്ന ട്രീസയെ ബോധം മറഞ്ഞ നിലയിൽ കാണുന്നു. പ്രതാപ് അവറാച്ചൻ്റെ വീട്ടിൽ ചെന്നതും പ്രതാപും മന്ത്രി ജോസഫും ചേർന്ന് ട്രീസയെ പൊക്കുന്നു. തോമസ് ട്രീസയെ റേപ്പ് ചെയ്യുന്നു. ചിപ്പ് വിഴുങ്ങിയ ട്രീസയെ പ്രതാപ് ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നു. 5 മണിക്ക് മുമ്പ് ട്രീസ മരിക്കുന്നു. മരിച്ചുപോയ ട്രീസയുടെ ബോഡി പ്രതാപ് പറഞ്ഞത് പ്രകാരം സുധാകരൻ പണത്തിനു വേണ്ടി തൻ്റെ കാറിൽ കയറ്റിക്കൊണ്ടു പോകുന്നു. ഇതുവരേക്കും സത്യം തന്നെയാണ്. എന്നാൽ മറ്റൊരു സത്യം കൂടിയുണ്ട്. ആ സമയത്ത് ട്രീസ മരിച്ചിട്ടില്ലായിരുന്നു. പിന്നെ എങ്ങനെ, എപ്പോ ട്രീസ മരിച്ചു? എന്താണ് പിന്നീട് സംഭവിച്ചതെന്ന് സുധാകരന് മാത്രമേ അറിയൂ. അതാണ് എല്ലാവർക്കും അറിയേണ്ടത്. ഇനി താൻ എത്രയൊക്കെ ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും സത്യം മറ നീക്കി പുറത്തു വരും സുധാകര. അതിനാണ് ദൈവം ചില തെളിവുകൾ ബാക്കി വെക്കുന്നത്. അതിലൊന്നാണ് തൻ്റെ കഴുത്തിലെ ഈ പാട്. തൻ്റെ മുടിയുടെ അംശം ട്രീസയുടെ ബോഡിയിൽ നിന്നും കിട്ടിയത്. ഇനി താനാണ് ഈ 2 കൊലയും നടത്തിയതെന്നതിന് എൻ്റെ പക്കൽ വേറെയും തെളിവുകളുണ്ട്. ട്രീസയുടെ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാരിൽ ഒരാളായ മഹേഷ്, അയാൾ ട്രീസയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മാറ്റിയതിന് പിന്നിൽ താനാണെന്ന് സമ്മതിച്ചിട്ടുണ്ട്. താൻ നൽകിയ 50 ലക്ഷം, അതാണ് അയാൾ റിപ്പോർട്ട് മാറ്റിയത്. വെറും ടാക്സി ഡ്രൈവറായ തനിക്ക് 50 ലക്ഷം എവിടുന്ന് കിട്ടി? തന്നെ സഹായിക്കാൻ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു. ഇനി ഒന്നും ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് താൻ ഇനി എല്ലാം തുറന്നു പറഞ്ഞേ പറ്റൂ. ദിശ പറഞ്ഞത് കേട്ടതും സുധാകരൻ പകപ്പോടെ കോടതിയെ നോക്കി. വേറെ വഴിയില്ലാതെ സുധാകരൻ ആ സത്യം തുറന്നു പറയാനൊരുങ്ങി.